പ്രിയ സുഹൃത്തുക്കളെ, ഇന്നത്തെ കഥയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമുക്ക് കഥ ആരംഭിക്കാം. സുജിച്ചേച്ചി എന്ന് വിളിച്ച് രഞ്ജിത്തിന്റെ വീട്ടിലേക്ക് ഞാൻ ഓടിക്കയറി. ആരെയും കണ്ടില്ല. ചുറ്റും നോക്കി, ആരുമില്ല. വീടിന്റെ പുറകുവശത്ത് നിന്ന് ശബ്ദം കേട്ടിട്ട് അങ്ങോട്ട് പോയപ്പോൾ സുജിച്ചേച്ചി നിന്ന് മാങ്ങ പറക്കുന്നു. രഞ്ജിത്ത് മാവിന്റെ മുകളിൽ മാങ്ങ പറിച്ച് താഴോട്ടിടുന്നു. കണ്ടപാടെ രഞ്ജിത്ത് കൈ കാണിച്ചു. കുനിഞ്ഞു നിന്ന് മാങ്ങ പറക്കുന്ന സുജിച്ചേച്ചി എന്നെ കണ്ടപ്പോൾ ചിരിച്ചിട്ട് പറഞ്ഞു, കുറെ ദിവസമായടാ ഇവനോട് പറയുന്നു. ഇന്നാ ഇവന് നേരം കിട്ടിയത്. കുറച്ചുകൂടി കഴിഞ്ഞിരുന്നെങ്കിൽ ഈ മാങ്ങ എല്ലാം അളിഞ്ഞു പോയേനെ. ഞാൻ ചിരിച്ചു കാണിച്ചു. വേറെ ഒന്നും നോക്കിയില്ല. ഞാനും അവരെ സഹായിച്ചു. സുജിച്ചേച്ചി രഞ്ജിത്തിന്റെ അമ്മയാണെങ്കിലും എന്റെ മനസ്സിലെ ഒരു മാലാഖയാണവർ. ഒരു നോട്ടം കൊണ്ട് പോലും ചേച്ചിയെ ഞാൻ അത് അറിയിച്ചിട്ടില്ല. ഇനി ഇവരെ പരിചയപ്പെടുത്താം. രഞ്ജിത്ത് എന്റെ ചെറുപ്പം മുതലേ ഉള്ള കൂട്ടുകാരനാണവൻ. ഇപ്പോ അവന് ബാങ്കിൽ ജോലി കിട്ടി. പൈസ കൊടുത്തൊന്നും കിട്ടിയതല്ല കേട്ടോ. കോപ്പറേറ്റീവ് ബാങ്ക് പരീക്ഷ എഴുതി തന്നെ കിട്ടിയതാ. നാളെ ഇവൻ തിരൂർ കോപ്പറേറ്റീവ് ബാങ്കിൽ ജോയിൻ ചെയ്യാൻ പോവുകയാണ്. അപ്പോൾ നിങ്ങൾ ചോദിക്കും, നിനക്ക് പണിയൊന്നുമില്ലേ എന്ന്. ഞാൻ അച്ഛനെ സഹായിച്ചിങ്ങനെ നടക്കുന്നു. അച്ഛൻ കോൺട്രാക്ടർ. കുറെ പണിക്കാരുണ്ട്. അവരെ മേയ്ക്കുന്ന പണിയാ എനിക്കിപ്പോ. ഒന്നും പറയണ്ട, പണിക്കാരെ പണിയിപ്പിക്കാൻ ഇത്തിരി പാടാ. എന്നാലും എനിക്ക് മറ്റുള്ളവരുടെ മുമ്പിൽ ഒരു സർ പദവി കിട്ടുന്നത് കൊണ്ട് ഞാൻ ഹാപ്പിയാണ്. അതുമാത്രമല്ല, അച്ഛന് കൂടുതൽ ഗവൺമെന്റ് ജോലിക്കാരുടെ വീടാണ് കോൺട്രാക്ടർ ഉള്ളത്. നല്ലൊരുപ്പടികളാവും ക്ലയന്റ്. എല്ലാം അവരെ കാണുന്നതും ഒരു സുഖം, എല്ലാം കൊണ്ടും സന്തോഷം മാത്രം. പക്ഷേ ഞാൻ അത്ഭുതപ്പെട്ടത് എന്റെ കൂട്ടുകാരന്റെ അമ്മയുടെ സൗന്ദര്യത്തിലായിരുന്നു. 40-40 വയസ്സ് കാണും. എന്താ ഇപ്പൊ പറയുക, ഒരു വല്ലാത്ത സൗന്ദര്യം തന്നെയാണ്. ഒരു സാധാരണ കുടുംബമാണ് രഞ്ജിത്തിന്റെ. സാമ്പത്തികമായി വലിയ കൂട്ടരൊന്നുമല്ല. അവന്റെ അച്ഛൻ വക്കീൽ ഗുമസ്തനാണ്. അമ്മ വീട്ടിൽ തന്നെ വീട്ടുജോലിയൊക്കെ ആയി കഴിയുന്നു. പിന്നെ വീടിനെ പറ്റി പറയാമെന്ന് വെച്ചാൽ ഒരു ക്ഷയിച്ച പണ്ടത്തെ ഒരു നായർ തറവാട്. ഈയിടെ അവന്റെ അച്ഛൻ KSF ഇന്ന് കുറി കിട്ടിയ 20 ലക്ഷമായി വീട് പണി തുടങ്ങണമെന്ന് പറഞ്ഞ് അച്ഛനെ സമീപിച്ചിരുന്നു. ഇപ്പോ അടുത്തു തുടങ്ങാമെന്നാ പറഞ്ഞത്. രഞ്ജിത്തിനെ രാത്രി ഒറ്റപ്പാലം സ്റ്റേഷനിൽ നിന്നും ട്രെയിൻ കയറ്റി വിട്ട് ഞാൻ ബൈക്കിൽ വരുമ്പോൾ മുഴുവൻ എന്റെ ചിന്ത സുജിച്ചേച്ചിയെ കുറിച്ചായിരുന്നു. ആ തുടുപ്പ് മാറാത്ത ശരീരം, സെറ്റ് സാരി ഉടുത്തേ ഞാൻ അവരെ കണ്ടിട്ടുള്ളൂ. നല്ല ഹൈറ്റൊക്കെ ഉള്ള ഒരു സ്ത്രീയാണവർ. അതുപോലെ തന്നെ നല്ല നീളം മുടിയും. എന്നെങ്കിലും ആ കവിളിൽ എനിക്കൊന്ന് ചുംബിക്കണം എന്ന് ആഗ്രഹം വെച്ച് നടക്കുക. ഇതൊക്കെ ആലോചിച്ച് നേരെ വീടെത്തിയതറിഞ്ഞില്ല. അച്ഛൻ ഉമ്മറത്ത് തന്നെ ഇരിപ്പുണ്ട്. സൈറ്റിലെ കാര്യങ്ങളെല്ലാം സംസാരിച്ചു. നാളെ എന്നോട് രഞ്ജിത്തിന്റെ അച്ഛന് വീടിന്റെ പ്ലാൻ കാണിക്കാൻ പറഞ്ഞു. പ്ലാൻ എന്റെ കയ്യിൽ തന്നു. എന്താണാവോ, നാളെയും ചേച്ചിയെ കാണാം എന്ന ചിന്തയിൽ മനസ്സ് സന്തോഷിച്ചു. വേഗം ഫുഡെല്ലാം കഴിച്ച് കിടക്കുമ്പോഴും ചേച്ചിയുടെ മുഖം തന്നെയാണ് മനസ്സിൽ. എങ്ങനെയെങ്കിലും ചേച്ചിയൊന്ന് വളയ്ക്കണം. പിറ്റേന്ന് പണിയെല്ലാം കഴിഞ്ഞ് പണിക്കാരുടെ ക്യാഷ് എല്ലാം കൊടുത്തു കഴിഞ്ഞപ്പോൾ തന്നെ 6 മണിയായിരുന്നു. ഇനി പെട്ടെന്ന് രഞ്ജിത്തിന്റെ വീട്ടിൽ ചെല്ലണം. അവന്റെ അച്ഛൻ 7 മണിക്ക് എത്തും. മഴയാണെങ്കിൽ ചാറുന്നുമുണ്ട്. വേഗം ബൈക്ക് സ്റ്റാർട്ട് ചെയ്ത് പ്ലാൻ ബാഗിൽ വെച്ച് അങ്ങോട്ട് വെച്ച് പിടിച്ചു. അവിടെ ചെന്നതും മഴ ഒന്നും കൂടി ഉറച്ചു. വേഗം ബൈക്ക് സ്റ്റാൻഡിൽ വെച്ച് അവന്റെ വീട്ടിലേക്ക് ഓടിക്കയറുമ്പോൾ ബൈക്കിന്റെ ശബ്ദം കേട്ടാണാവോ സുജിച്ചേച്ചി മുന്നിൽ തന്നെ നിൽക്കുന്നുണ്ട്. ചുവന്ന കളർ ബ്ലൗസും സെറ്റ് സാരിയും. വിളക്ക് എത്തിച്ചോണ്ടാണോ എന്നറിയില്ല, നെറ്റിയിൽ ഭസ്മക്കുറിയും. കണ്ടപ്പോൾ തന്നെ എനിക്ക് വല്ലാതായി. വേഗം കയറി വാടാ, ആകെ മഴ നനഞ്ഞല്ലോ, ചേച്ചി പറഞ്ഞു. ഇപ്പോഴാ ചേച്ചി മഴ കൂടിയത്. ഞാൻ തോർത്തെടുക്കാം എന്ന് പറഞ്ഞ് ഉള്ളിലോട്ട് നടന്നപ്പോൾ ചേച്ചിയുടെ ആ നടത്ത ഞാൻ അത്ഭുതപ്പെട്ടു. രഞ്ജിത്തിന്റെ അച്ഛൻ എന്ത് ഭാഗ്യവാനാണ് എന്ന് ഓർത്ത് നിൽക്കുമ്പോൾ തന്നെ ചേച്ചി തോർത്ത് എനിക്ക് നേരെ നീട്ടി. ഞാൻ അത് വാങ്ങി തോർത്തി. അവിടെ കിടന്ന കസേരയിൽ തോർത്ത് വെച്ചപ്പോൾ ചേച്ചി ആ തോർത്തെടുത്തിട്ട് എന്റെ അടുത്തേക്ക് വന്നു. ഇങ്ങനെ തോർത്തിയാൽ നിനക്ക് നാളെ തന്നെ പനി പിടിച്ചു കിടക്കാം കേട്ടോ, ചേച്ചി പറഞ്ഞു. അത് പറഞ്ഞ് ആള് വന്ന് എന്റെ തല തോർത്താൻ തുടങ്ങി. ഞാൻ ആകെ വിറച്ചുപോയി. എന്റെ മുന്നിൽ ഞാൻ എന്നും സ്വപ്നം കണ്ട് നടക്കാറുള്ള എന്റെ സുജിച്ചേച്ചി. തോർത്തി കഴിഞ്ഞിട്ട് ചേച്ചി പറഞ്ഞു, നല്ല ചിക്കന്റെ മണമുണ്ടല്ലോ ചെറുക്കന്. വൈകുന്നേരം ചിക്കൻ കറിയും പൊറോട്ടയും കഴിച്ചതാ ചേച്ചി. ചേച്ചി ചിക്കനൊന്നും കഴിക്കാത്തതല്ലേ? ആര് പറഞ്ഞു കഴിക്കത്തില്ലെന്ന്? ഞാനും കഴിക്കും. ഇവിടെ വീട്ടിൽ വെക്കത്തില്ലെന്നേ ഉള്ളൂ. പണ്ടൊക്കെ ഏട്ടൻ പുറത്തു പോകുമ്പോൾ വാങ്ങി തന്നിട്ടുണ്ട്. ഇപ്പോ ഒരുപാട് നാളായി കഴിച്ചിട്ട്. ഞാൻ ചായ എടുക്കാം. അതും പറഞ്ഞ് ചേച്ചി അകത്തേക്ക് പോയി.
ചായ എല്ലാം കൊണ്ടുവന്ന് വന്നതിന് ശേഷം ചേച്ചി രഞ്ജിത്തിന്റെ അച്ഛനെ വിളിച്ചു. ഞാൻ പ്ലാനായി വന്നിട്ടുണ്ട് എന്ന് പറഞ്ഞു. അവിടെ ഭയങ്കര മഴയാണത്രേ, എന്നോട് കാത്തിരിക്കാൻ പറഞ്ഞു. അത് തന്നെ ആയിരുന്നു എനിക്കും വേണ്ടത്. അങ്ങനെ ഞങ്ങൾ കുറെ സംസാരിച്ചു. നാട്ടിലെയും വീട്ടിലെയും കുറെ കാര്യങ്ങൾ. അരമണിക്കൂർ പോയത് അറിഞ്ഞില്ല. മഴയ്ക്ക് ഒരു കുറവുമില്ല, ഇടിവെട്ടി പെയ്യുകയാണ്. പിന്നെ എനിക്കൊരു കാര്യം മനസ്സിലായി, സുജി ചേച്ചി ഒരു മിണ്ടാപ്പൂച്ചയൊന്നുമല്ല. ഒരുപാട് സംസാരിക്കുന്നതൊക്കെ ഇഷ്ടമുള്ള ആളാണെന്നും ഇവിടെ ഇങ്ങനെ ഒറ്റപ്പെട്ടു പോയതാണെന്നും. ഇതൊക്കെ കേട്ടപ്പോൾ തന്നെ എനിക്ക് മനസ്സിൽ ചെറിയൊരു സന്തോഷം. ചേച്ചിയുടെ വീട് കുറച്ചു ദൂരമാണ്. അപ്പോ എപ്പോഴെങ്കിലും പോകത്തുള്ളൂ അങ്ങോട്ടൊക്കെ. അങ്ങനെ കുറെ കാര്യങ്ങൾ ഞങ്ങൾ പറഞ്ഞുകൊണ്ടിരുന്നു. ഇത്രയൊക്കെ ആയിട്ട് എന്തെങ്കിലും ഒരു ഇരയിട്ട് കൊടുക്കുന്ന ഉദ്ദേശത്തോടെ ഞാൻ ചോദിച്ചു, ചേച്ചി കല്യാണം എത്രാമത്തെ വയസ്സിൽ കഴിച്ചതാ? ഇപ്പോൾ ചേച്ചി പറഞ്ഞു, 16-ാമത്തെ വയസ്സിൽ. 16-ാമത്തെ വയസ്സിലോ? വെറുതെ അല്ല, 25 വയസ്സുള്ള മോനുണ്ടെന്ന് പറയത്തേ ഇല്ല. പിന്നെ 30 വയസ്സുള്ള മോനുണ്ടെന്നാകും പറയുന്നത്. ചേച്ചി ഇങ്ങോട്ട് തിരിച്ചടിച്ചു. അല്ല ചേച്ചി, സത്യമായിട്ടും എന്റെ അമ്മയൊക്കെ വയസ്സായി, മുടിയെല്ലാം നരച്ചും തുടങ്ങി. ചേച്ചിയെ കണ്ടാൽ ഇപ്പോഴും 35-ൽ അതിൽ കൂടുതൽ പറയില്ല കേട്ടോ. എങ്ങോട്ടാ എന്നെ ഇങ്ങനെ പുകഴ്ത്തിയിട്ട്? എന്നിട്ട് ചിരിച്ചുകൊണ്ട് ഒരു ആക്ഷനും. എന്റെ സാറെ പിടിവിട്ടു പോയി ആ ചിരിയിൽ. ഞാൻ സത്യമാണ് പറഞ്ഞത് ചേച്ചി. പോടാ, എനിക്കും നരയെല്ലാം വന്നിട്ടുണ്ട്. വെറുതെ പറയല്ലേ, എന്റെ കണ്ണിന് കുഴപ്പമൊന്നുമില്ല. ചേച്ചി അത് കേട്ടതും എന്റെ അരികിൽ വന്ന് മുടി പിടിച്ച് മുന്നിലോട്ടിട്ട് 2-3 മുടി തിരഞ്ഞു പിടിച്ച് കാണിച്ചു. ഓ, അതിപ്പോ എന്റെ തലയിലും ഉണ്ടല്ലോ. ഞാൻ പറഞ്ഞത് അതല്ല, ചേച്ചിയെ കണ്ടാൽ പ്രായം തോന്നില്ല, പിന്നെ കാണാനും നല്ലൊരു രസമാണ്. ആഹാ, എന്താ പ്രേമിക്കാൻ വല്ല ഉദ്ദേശം ഉണ്ടോ നിനക്ക്? ചേച്ചി പറഞ്ഞു. ഉണ്ടെങ്കിൽ മോന്റെ കൂട്ടുകാരനൊന്നും നോക്കില്ല, വെട്ടി ഞാൻ കാക്കയ്ക്ക് ഇട്ടു കൊടുക്കും. അയ്യോ വേണ്ടേ, സൗന്ദര്യം ഉണ്ടെന്ന് പറഞ്ഞത് തെറ്റാണെ തിരിച്ചിങ്ങെടുത്തേ. അത് പറഞ്ഞപ്പോൾ ചേച്ചി ഒരു ചിരി. നിന്നെ പെണ്ണ് കെട്ടിക്കണം. വേണ്ടേ? അതെന്താടാ, ആരെങ്കിലും ഉണ്ടോ? നിങ്ങളുടെ മോന്റെ അത്രയും സൗന്ദര്യം ഇല്ലാത്തതുകൊണ്ട് നമ്മളെ ആര് നോക്കാനാ? അതിന് അവന് പ്രേമമൊക്കെ ഉണ്ടോ? ചേച്ചി ചോദിച്ചു. ഞാൻ പറഞ്ഞെന്നൊന്നും പറയല്ലേ. ആരാ ആള്? നമ്മുടെ അടുത്തുള്ളതാണോടാ? ഓ, ഞാൻ പറയില്ല. ചേച്ചി എന്റെ അടുത്തേക്ക് വന്നു, എന്റെ തൊട്ടടുത്തിരുന്നു, എന്റെ കയ്യിൽ തഴുകിയിട്ട് പറഞ്ഞു, പറയടാ, അറിയാനുള്ള ആഗ്രഹം കൊണ്ടല്ലേ. ഞാൻ പറഞ്ഞാൽ ചേച്ചി ചോദിക്കുകയൊന്നും ചെയ്യരുത്. ഞാൻ ചോദിക്കത്തൊന്നുമില്ല. എന്നിട്ട് എന്റെ കയ്യിൽ ഒന്നും കൂടെ പിടിച്ചു. എന്നാ സത്യം ചെയ്. ചിരിച്ചുകൊണ്ട് കൈ പിടിച്ച് സത്യം എന്ന് പറഞ്ഞു. ഞാൻ ആകെ കോരിത്തെരിച്ചു. പുറത്താണെങ്കിൽ അതിശക്തമായ മഴ. എന്റെ അരികിൽ കൂട്ടുകാരന്റെ അമ്മ എന്ന മാദകത്തിടമ്പ് മുട്ടി ഒരുമിയിരിക്കുന്നു. ഞാൻ ഫോൺ ഓൺ ചെയ്തു, അവരുടെ ഫോട്ടോ കാണിച്ചു കൊടുത്തു. ചേച്ചി വാപത്തിപ്പോയി. എന്നിട്ട് എന്നോടൊരു ചോദ്യം. ഇതാരാടാ ഇവൾ? ചേച്ചിയുടെ ഭാവി മരുമകൾ. ഇതെന്റെ മരുമകളൊന്നുമല്ല. എന്ത് കോലമാടാ ഇത്? കൈയില്ലാത്ത ടീഷർട്ടും ഒതുക്കമില്ലാത്ത ജന്തു. ഒതുങ്ങി നടന്നിട്ട് എന്താ കാര്യം? ചേച്ചിയെ പോലെ ആവാനോ? അതെന്താ എന്നെ പോലെ? ചേച്ചി ഇവിടെ അല്ലായിരുന്നെങ്കിൽ ഇപ്പൊ വലിയ സിനിമാ നടിയാകേണ്ട ആളായിരുന്നു. ഇങ്ങനെ ഒതുങ്ങിയോണ്ടല്ലേ ഇപ്പൊ ഇങ്ങനെ എന്ന് പറഞ്ഞ് ചിരിച്ചു. ചേച്ചി എന്തോ ആലോചിച്ച് താഴോട്ട് നോക്കിയിരുന്നു. എവിടുന്നോ കിട്ടിയ ധൈര്യത്തിൽ ചേച്ചിയുടെ ചുമലിൽ ഒന്ന് കൈവച്ചു. എന്താ ചേച്ചി ആലോചിച്ചുകൊണ്ടിരിക്കുന്നത്? ഓ, ഒന്നുമില്ല, ചേച്ചി പറഞ്ഞു. എന്നിട്ട് പഴയ സ്ഥലത്തേക്ക് പോയിരുന്നു. അപ്പോൾ തന്നെ എനിക്ക് മനസ്സിലായി, എവിടെയോ ഒരു ചെറിയ ജീവിത നഷ്ടം എന്ന ഫീലിങ്സ് ചേച്ചിയിലുണ്ടെന്ന്. ഞാൻ വീണ്ടും ചോദിച്ചു, എന്തു പറ്റിയെന്ന്. ചേച്ചി ഒന്നും മിണ്ടിയതുപോലുമില്ല. എനിക്കാകെ എന്തോ പോലായി. ഞാൻ വേഗം ചേച്ചിയുടെ അടുത്തേക്ക് പോയി. ചേച്ചി പുറത്തെ മഴയത്ത് നോക്കിയിരിക്കുകയാണ്. ഞാൻ പിടിച്ചു കുലുക്കിയിട്ട് ചോദിച്ചു, എന്തു പറ്റിയെന്ന്. ഒരു റീപ്ലൈയും തന്നില്ല. ആ ചുമലിൽ പിടിക്കുമ്പോൾ തന്നെ ആ മാംസത്തിലേക്ക് കൈ ആഴ്ന്നിറങ്ങുന്ന പോലെ എന്റെ കൈ അറിയാതെ ഒന്ന് ഞെരിച്ചു വിളിച്ചു. ചേച്ചി എന്നെ വല്ലാത്ത ഒരു നോട്ടം ദേഷ്യത്തോടെ നോക്കിയിട്ട് പറഞ്ഞു, എന്താടാ കാണിക്കുന്നേ? ഞാൻ പെട്ടെന്ന് കൈ പിൻവലിച്ചു. എന്നിട്ട് ചേച്ചിയോട് പറഞ്ഞു, കൂട്ടുകാരന്റെ അമ്മയായത് ഭാഗ്യം. അല്ലേൽ ഇപ്പോ എന്റെ വീട്ടിൽ ഉണ്ടാകുമായിരുന്നു എന്റെ പെണ്ണായിട്ട് ഈ സുന്ദരിക്കുട്ടി. ഇതുകൂടി പറഞ്ഞപ്പോൾ ചേച്ചിയുടെ മുഖം ചുവക്കുന്നത് കണ്ടു. നിനക്ക് ഭ്രാന്താണ്, ചേച്ചി പറഞ്ഞു. കുറച്ച് ഭ്രാന്തുണ്ടെന്ന് കൂട്ടിക്കൂ. പ്രായത്തിന്റെ അടാ, മാറിക്കൊള്ളൂ, ചേച്ചി പറഞ്ഞു. ഞാൻ കണ്ണിൽ നോക്കി പറഞ്ഞു, മാറാത്ത ഭ്രാന്താണെങ്കിലോ? കണ്ണുകൾ തമ്മിൽ ഉടക്കി. ചേച്ചിക്ക് ഉത്തരവൊന്നും വന്നില്ല. ഞാൻ ഒന്നുകൂടി പറഞ്ഞു, സത്യമായ ചേച്ചി, നീ എന്തൊക്കെയാടാ പറയുന്നത്? ചേച്ചി ചോദിച്ചു. ഒരിക്കലും പറയണമെന്ന് വിചാരിച്ചതല്ല, എന്തോ ദൈവം ഇപ്പോഴെങ്കിലും പറയിപ്പിച്ചതാവും. ചേച്ചി, നിങ്ങൾ ഒടുക്കത്തെ ലുക്കാണ്, എനിക്ക് ഇഷ്ടവുമാണ്. ചേച്ചി എന്നെ തറപ്പിച്ചു നോക്കി.
ആ കണ്ണിൽ ഞാൻ സൂക്ഷിച്ചു നോക്കി. കണ്ണിൽ വികാരത്തിന്റെ വേലിയേറ്റം ഞാൻ കണ്ടു. ചുണ്ടുകൾ വിറയ്ക്കുന്നു. ചേച്ചി എന്നെ നോക്കി വല്ലാതൊരു ചിരി അങ്ങ് പാസാക്കി. പുറത്താണെങ്കിൽ ഇടിയും വെട്ടി മഴ പെയ്യുകയാണ്. ചേച്ചി പതുക്കെ എഴുന്നേറ്റ് ബെഡ്റൂമിലേക്ക് നടന്നു. ഞാൻ എന്ത് ചെയ്യണമെന്നറിയാതെ അസ്തപ്രജ്ഞനായിട്ട് അവിടെ തന്നെ നിൽക്കുകയാണ്. ബെഡ്റൂമിന്റെ വാതിൽ ചെന്നതും ചേച്ചി പതിയെ തിരിഞ്ഞെന്നെ ഒന്ന് നോക്കി. ഒരു ചിരി. ചിരി മാത്രമല്ല, ചിരിച്ചുകൊണ്ട് ഒന്ന് തലയാട്ടി. സത്യം പറഞ്ഞാൽ സന്തോഷം കൊണ്ട് മതിമറന്ന ഞാൻ പിന്നെ ഒന്നും ചിന്തിച്ചില്ല. പിന്നെ ഒരു നിമിഷം പോലും പാഴാക്കാതെ ഞാൻ നേരെ വെച്ചുപിടിച്ചു ബെഡ്റൂമിലേക്ക്.